ഹായ് ഗൈസ്, ഐ എം അക്ബർ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ തോണ്ടി മടുത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ബോറടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഗെയിമിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഗെയിംസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ മൈൻഡിൽ വരിക ടോപ്പ് ലിസ്റ്റ് ഗെയിംസായ ഫ്രീ ഫയർ, പെസ്, പബ്ജി, മൈൻക്രാഫ്റ്റ്, ക്ലാഷ് ഓഫ് ക്ലാൻസ്, ദാറ്റ് ടൈപ്പ് ഓഫ് വീഡിയോ ഗെയിംസ് അല്ലേ? നോ നോ, ഇതിനെപ്പറ്റിയൊന്നല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ച ടൈപ്പ് ഓഫ് ഗെയിംസേ അല്ല. ഐ എം പ്രൗഡ്ലി സെയിങ് ദാറ്റ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് മലയാളത്തിൽ വേറൊരു യൂട്യൂബറും വീഡിയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദ നെയിം ഈസ് പ്രൊജക്റ്റ് 50. വെയിറ്റ് ഇപ്പം തന്നെ പോയിട്ട് പ്ലേ സ്റ്റോറിൽ ഗെയിമിൻ്റെ പേരടിച്ചാൽ നിങ്ങൾക്കൊരു കോപ്പ് മനസ്സിലാവില്ല. സോ വാച്ച് ദിസ് ഫുൾ വീഡിയോ. മേ ബി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഒഫൻഡഡ് ആയിട്ടൊക്കെ തോന്നാം, എന്നാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. സ്റ്റിൽ ഇപ്പോഴും ഈ വീഡിയോ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മൊത്തിയടിച്ച് പൊളിക്കാൻ തോന്നുന്നുണ്ട്. എന്തിനാണ് അതിൽ നിന്ന് കിട്ടുന്നത്? ആ ഒരു വീഡിയോ ഗെയിമിലുള്ള ഒരു വിർച്വൽ ക്യാരക്ടറിനെ അവർ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഒന്ന് ക്യാരക്ടർ അപ്ഗ്രേഡ് ചെയ്തുകൂടെ? ഒന്ന് ജിമ്മിലൊക്കെ പോവുക, നല്ല ബോഡി ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, ബുക്സൊക്കെ റീഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തുകൂടെ? അതാകുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് എങ്കിലും ഉണ്ടാവും. ഇതുപോലെ വെറുതെ ഈ ഗെയിംസൊക്കെ കളിച്ചിട്ട് എന്തിനാ? ഈ ഗെയിംസും കാര്യങ്ങളൊന്നും കളിക്കാനേ പാടില്ല, മൊത്തത്തിൽ അങ്ങ് ബഹിഷ്കരിക്കണോ, അങ്ങനെ ഇന്നലെ ഞാനിവിടെ കൺവേ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ കളിക്കുന്നതിന് വല്ല പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഗെയിം കളിക്കണം, ഒരിക്കലും ഗെയിം നിങ്ങളെ കളിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വരാറ്. ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച കാര്യം മനസ്സിലാവും. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിരുന്ന സമയത്ത് ഒന്ന് ജോളിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് ഗെയിം കളിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അതിലങ്ങ് മുഴുകാണ്ട് നിന്നാൽ മതി. പിന്നെ ഒരു ഗെയിം തന്നെ ജീവിതം മാറ്റിമറിച്ച എത്ര പേര് നമുക്കിടയിലുണ്ട്. കാസ്ട്രോ ആയാലും ഈഗിൾ ഗെയിമിംഗ് ആയാലും, പിന്നെ ആരുള്ള ഹിപ്സ്റ്റർ പടത്തിൽ വരെ കയറി പുള്ളി ഫ്രീ ഫയർ ഗെയിമിങ് തുടങ്ങിയതാണ്. പിന്നെ ഒമേഗിളായി അങ്ങനെ. സോ എനിക്കെന്താ പറയുക വെച്ചാൽ, നിങ്ങൾ നല്ലൊരു സ്കില്ലഡ് പ്ലെയർ ആണെങ്കിൽ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്ക്. ഇവിടെ സത്യം പറഞ്ഞാൽ എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ. സോ ഗെയിം അങ്ങനെ മൊത്തത്തിൽ ബഹിഷ്കരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങളെങ്ങനെ യൂസ് ചെയ്യുന്നു അവിടെയാണ് കാര്യം. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ശരിയാണ്, നല്ല പ്ലഷർ കിട്ടും, നല്ല ഇൻസ്റ്റൻറ്റ് ഡോപ്പമീൻ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തൊരു ഫീൽ ഉണ്ടാവും. എന്തിന് ഒരാവശ്യമില്ല, അതൊക്കെ നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ടീനേജേഴ്സ് തന്നെയാണ്. ബിക്കോസ് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വല്ല 10-30 വയസ്സുള്ളവർക്ക് വെക്കേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു വീഡിയോ കൂടുതലും കാണുന്നത്. സോ നിങ്ങൾക്ക് ടൈമുണ്ട് നിങ്ങളുടെ കയ്യിൽ. സോ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊജക്റ്റ് 50 നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കാണുക. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലിവ് യുവർ ലൈഫ് ലൈക്ക് എ ഗെയിം. ഇത് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആക്കൂല ലൈഫിൽ. നിങ്ങളുടെ ഒപ്പമുള്ള ഓൺലൈൻ ഫ്രണ്ട്സൊന്നും നിങ്ങളെ ചിലവ് നോക്കൂല, നിങ്ങളെ ചിലവ് നിങ്ങൾ തന്നെ നോക്കണം. കുറേ വർഷം കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാണ്ടായി പോകുന്നില്ല, ഏതും കുരുത്തിനെല്ലാം കെട്ടു, ഓളെ നോക്കണ്ടേ? വെറുതെ ഇൻസ്റ്റയിൽ റീലും തോണ്ടി ഗെയിമും കളിച്ച് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നോക്കുക. അതൊക്കെ ചെയ്തിട്ട് അങ്ങ് ജീവിച്ച് പോകും. ഐ എം നോട്ട് ഗോണ ഫോഴ്സ് എനിവൺ. ഇൻട്രസ്റ്റ് ഉള്ള ആൾ കമൻറ്റ് ഇട്ട് ഡേ 1 നമുക്ക് മുന്നോട്ട് പോകണം. അവരെല്ലാം എന്തെങ്കിലും ചെയ്തോട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ബാ. ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് പ്രൊജക്റ്റ് 50 എന്ന് പറഞ്ഞൊരു ചലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ലൈഫിൽ ഓൾറെഡി സക്സസ്ഫുള്ളായ ചില ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് എന്നിട്ട് അവരുടെ ഓരോ ഹോബീസ്, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ റൂട്ടീനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി. എന്നിട്ട് അതിൽ നിന്ന് ചില ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ പിക്കപ്പ് ചെയ്ത് എന്നിട്ട് അതങ്ങനെ റൂൾസാക്കി മാറ്റി. 8 റൂൾസ് ഉണ്ട് ടോട്ടലി. അങ്ങനെയാണ് ഇവർ ഈ ഒരു ചലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു 8 റൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ആ ഒരു 8 റൂൾസ് പറയുന്നതിന് മുമ്പ് ഈ ഒരു ചലഞ്ചിന് വേറെ ചില റൂൾസ് ഉണ്ട്. ഈ 8 റൂൾസിൽ ഏതെങ്കിലും ഒരു റൂള് നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തുടങ്ങണം. അതായത് നിങ്ങളിപ്പോൾ 49 ദിവസം ചലഞ്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ടേക്ക് പോയി. 49ാമത്തെ ദിവസം ഈ ഒരു 8 റൂൾസിൽ ഏതെങ്കിലും ഒരു റൂള് നിങ്ങൾ തെറ്റിച്ചില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഡേ 1 മുതൽ തുടങ്ങണം. അറ്റോമിക് ഹാബിറ്റിൽ ഒരു കോട്ടുണ്ട്, അതായത് മിസ്സിങ് വൺസ് ഈസ് ആൻ ആക്സിഡൻറ്റ് ആൻഡ് മിസ്സിങ് ട്വൈസ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ഹാബിറ്റ്. നിങ്ങൾക്ക് മനസ്സിലായി ഞാനെന്ത് ഉദ്ദേശിക്കുന്നതെന്ന്? ഈ ലൈഫ് എന്ന് പറയുന്നത് ഈസ് അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ നാളെ എന്ത് നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ, പറഞ്ഞ കേട്ടല്ലോ, വാലിഡ് റീസൺ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റൂള് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഡേ സ്കിപ്പ് ചെയ്യേണ്ടതൊക്കെ വന്നേക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ പ്രൊജക്റ്റ് 50 ചലഞ്ച് ഡേ 1 മുതലൊന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട. ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് കണ്ടിന്യൂ ദ പ്രോസസ്സ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, 8 റൂളല്ല 7 റൂളാണ് കേട്ടോ. സോറി ഫോർ ദ മിസ്റ്റേക്ക്. 7 റൂൾസ് ഉണ്ട്. നമ്പർ 1 ഈസ് വേക്കപ്പ് ബിഫോർ 8 AM. അതായത് 8 മണിക്ക് മുമ്പ് എണീക്കുക. ഇത് ആക്ച്വലി അത്ര പാടായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളോട്
വേക്കപ്പ് ബിഫോർ 6 AM. 6 AM ആണ് വേക്കപ്പ് എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് 6 മണിക്ക് തന്നെ എണീക്കണമെന്നില്ല, അതിന് മുന്നേ നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 6 മണിക്ക് എണീക്കൽ എനിക്കത്ര ചലഞ്ചിങ് ആയിട്ട് തോന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ 5 മണിയാക്കിയിട്ടുണ്ട്. റൂൾ നമ്പർ 2, ഡെഡിക്കേറ്റ് 1 hour ഫോർ യുവർ മോർണിംഗ് റുട്ടീൻ. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഫോൺ കൊടുത്ത് തോണ്ടിയിട്ട് വെറുതെ അങ്ങനെ സമയം കളയില്ല. ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഒരു കാമായ ഒരു പീസ്ഫുള്ളായ ഒരു മോർണിംഗ് റുട്ടീൻ 1 hour. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യാം, സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മോർണിംഗ് റുട്ടീൻ സെറ്റാക്കുക. റൂൾ നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റ് 1 hour ഫോർ എക്സസൈസ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ 1 hour എൻഗേജ് ചെയ്യാം. അത് ഈ മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ്, ഈവനിങ് ആണെങ്കിൽ ഈവനിങ്, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. ആൻഡ് റൂൾ നമ്പർ 4 ഈസ് റീഡ് 10 pages എ ഡേ. 10 പേജ് ഡെയിലി വായിക്കുക. അത് നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ വായിക്കണമെന്നില്ല. രാവിലെ എണീച്ച് ഒരു 5 പേജ് വായിച്ച് കടക്കാൻ നോക്കുന്ന സമയത്ത് ഒരു 5 പേജ് അങ്ങനെയൊക്കെ ആയാൽ മതി. ബുക്സ് തന്നെ വായിക്കുക. അത് ഫിക്ഷൻ ആയാലും പ്രശ്നമില്ല, നോൺ ഫിക്ഷൻ ആയാലും പ്രശ്നമില്ല. ആൻഡ് റൂൾ നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് മൈ വൺ ഓഫ് ഫേവറേറ്റ് റൂൾ. അതായത് ഡെഡിക്കേറ്റ് 1 hour ഫോർ ലേണിംഗ് എ ന്യൂ സ്കിൽ. അതെന്തും ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, മാർഷൽ ആർട്സ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. റൂൾ നമ്പർ 6, ഫോളോ എ ഹെൽത്തി ഡയറ്റ്. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. വീട്ടിൽ ഉമ്മയാക്കുന്ന ഫുഡ് കഴിക്കുക. കൂടുതലും പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് റൂൾ നമ്പർ 7, ട്രാക്ക് യുവർ പ്രോഗ്രസ്. അതായത് നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ എപ്പോഴും ട്രാക്ക് ചെയ്യുക. ഡെയിലി നൈറ്റ് ജേർണലും കാര്യങ്ങളൊക്കെ ചെയ്ത സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, 50 ദിവസവും നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്തിട്ട് കേൾക്കുമ്പോൾ ചില ആൾക്ക് ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നാം. ബട്ട് അതിൽ ഇറങ്ങിയാലേ മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ഈസി ആസ് യു തിങ്ക്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സീരിയസ് ആയിട്ടാണെങ്കിൽ 1 week ഗ്യാപ്പ് എടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് കിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങളുടെ റൂട്ടീനൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുക. അതായത് പെട്ടെന്ന് ഇപ്പോൾ നാളെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്ട് 50 ചലഞ്ചൊക്കെ എടുത്താൽ ഒരുമാതിരി അവസ്ഥയായിരിക്കും. കിളിയെല്ലാം പോവും. കാര്യമായിട്ട് അറിയുന്നത് ഒന്നും നടക്കില്ല. നല്ല വിൽ പവറൊക്കെ വേണം. നമ്മൾ വേഗം ഫെയിലായി പോകും. അതിന് പകരം ഒരാഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് മെല്ലെ മെല്ലെ പതിയെ ആ ഒരു സ്ലീപ്പ് സർക്കിളൊക്കെ ഒന്ന് ശരിയാക്കി വരിക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ ഒരു പ്രൊജക്ട് 50ലേക്ക് നിങ്ങൾ എൻ്റർ ആകുമ്പോൾ.